ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. A+ ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം സ്റ്റാൻഡേർഡ് SCRT ജിയോഗ്രഫിയുടെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. എന്താണ് ആർദ്രത എന്ന് പറഞ്ഞാൽ? ആർദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെ അന്തരീക്ഷ ആർദ്രത എന്ന് പറയുന്നു. അതായത് അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല, അദൃശ്യമാണ് അല്ലെ, അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശം, അതിന് പറയുന്ന പേരാണ് ആർദ്രത, ഹ്യൂമിഡിറ്റി എന്ന് പറയും. അപ്പോൾ അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തിന് പറയുന്ന പേരാണ് അന്തരീക്ഷ ആർദ്രത. ഇനി എന്താണ് കേവല ആർദ്രത എന്ന് പറഞ്ഞാൽ? നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിന്റെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത. അത് വേറെ ഒന്നുമല്ല. ഇപ്പൊ അന്തരീക്ഷത്തിൽ ഇത്രയും പ്രദേശത്ത് കുറച്ച് ജലാംശം ഉണ്ടെന്ന് വിചാരിച്ചോ, അതിന് പറയുന്ന പേരാണ് എന്തോന്ന്? കേവല ആർദ്രത. ക്ലിയർ അല്ലേ? അപ്പോൾ നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിന്റെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണത്തിന്റെ പേര് ഹൈഗ്രോമീറ്റർ എന്നാണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണത്തിന്റെ പേര് ഹൈഗ്രോമീറ്റർ. അപ്പൊ ഒന്നുകൂടെ, എന്താണ് ആർദ്രത? അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെ അന്തരീക്ഷ ആർദ്രത എന്ന് പറയുന്നു. അപ്പൊ എന്താ കേവല ആർദ്രത എന്ന് പറഞ്ഞാൽ? നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷത്തിന്റെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ഹൈഗ്രോമീറ്റർ എന്നാണ്. ഓക്കെ. തുഷാരം എന്ന് പറഞ്ഞാൽ എന്താ? തുഷാരം എന്ന് പറഞ്ഞാൽ അതായത് തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ, ഇതൊന്ന് ശ്രദ്ധ വെച്ചോളണം. SCRT പഠിപ്പിക്കുന്നതാണ്. ചിലപ്പോ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തുഷാരവും ഹിമവും ഒക്കെ ഏതാണ്ട് ഒന്നുപോലിരിക്കും. പക്ഷെ വ്യക്തമായിട്ട് ഇപ്പൊ പഠിച്ചെടുത്തോ. എന്താ തുഷാരം എന്ന് പറഞ്ഞാൽ? തണുപ്പുള്ള രാത്രികാലങ്ങളിൽ നീരാവി ഘനീഭവിച്ച് ഇലകളിലും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് തുഷാരം. അപ്പൊ നല്ല തണുപ്പുള്ള രാത്രികാലങ്ങളിൽ നീരാവി ഘനീഭവിക്കും, തണുക്കും. അപ്പൊ എന്നിട്ട് നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഇലകളിലും തണുത്ത പ്രതലങ്ങളിലൊക്കെ തുള്ളിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന്റെ പേരാണ് തുഷാരം. അപ്പൊ എങ്ങനെ തുഷാരം? തണുപ്പുള്ള രാത്രികളിൽ നീരാവി ഘനീഭവിച്ച് ഇലകളിലും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് തുഷാരം. അപ്പൊ എന്താ ഹിമം എന്ന് പറഞ്ഞാൽ? രാത്രികാലങ്ങളിൽ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന നേർത്ത ഹിമകണികകൾക്ക് പറയുന്ന പേരാണ് ഹിമം. അപ്പൊ രാത്രികാലങ്ങളിൽ 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായി തണുപ്പുള്ള സ്ഥലങ്ങളുണ്ടാവും അല്ലെ, അവിടെ രൂപപ്പെടുന്ന നേർത്ത ഹിമകണങ്ങൾ, അതിന് പറയുന്ന പേരാണ് ഹിമം. അപ്പൊ തുഷാരം നമ്മൾ പറഞ്ഞു, ഹിമം നമ്മൾ പറഞ്ഞു. എന്താണ് തുഷാരം? തണുപ്പുള്ള രാത്രികാലങ്ങളിൽ നീരാവി ഘനീഭവിച്ച് ഇലകളിലും തണുത്ത പ്രതലങ്ങളിലൊക്കെ തുള്ളി തുള്ളിയായിട്ട് പറ്റിയിരിക്കും, അതാണ് തുഷാരം. ഇനി ഹിമം എന്താണ്? 0 ഡിഗ്രിയാണ് തണുപ്പെങ്കിൽ രാത്രികാലങ്ങളിൽ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെ കുറയുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന നേർത്ത ഹിമകണികകൾ, അതിന് പറയുന്ന പേര് ഹിമം അല്ലെ. അപ്പൊ മൂടൽമഞ്ഞ് എന്താ? അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം, ഇതാണ് അപ്പോ ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽമഞ്ഞുണ്ടാകുന്നത്. ഒന്നുകൂടെ, അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത്. ഒന്നുകൂടെ, അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിക്കും, അവിടെ ഘനീകരണം തണുക്കും, അപ്പോൾ മൂടൽമഞ്ഞുണ്ടാകുന്നു. തുഷാരമായി, ഹിമമായി, മൂടൽമഞ്ഞായി. ഇനി എന്താ മേഘങ്ങൾ? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അവിടെ നമ്മൾ തൊട്ട് മുകളിൽ മൂടൽമഞ്ഞ് പൊടിപടലങ്ങളെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ മേഘങ്ങളാണെങ്കിലോ അത് നേർത്ത പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ചാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. മൂടൽമഞ്ഞുണ്ടാകുന്നത് അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ, അത് ഘനീകരണം നടക്കുമ്പോൾ അവിടെ മൂടൽമഞ്ഞുണ്ടാകുന്നു. ഇനി മേഘങ്ങൾ എന്താണ്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അപ്പൊ തുഷാരമായി, ഹിമമായി, മൂടൽമഞ്ഞായി, മേഘങ്ങളായി.
തണുപ്പുള്ള രാത്രികാലങ്ങളിൽ നീരാവി ഘനീഭവിച്ച് ഇലകളിലും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് തുഷാരം. ഹിമമാണെങ്കിലോ രാത്രികാലങ്ങളിൽ അന്തരീക്ഷ താപനില 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങൾ രൂപപ്പെടുന്നതാണ് ഏത്? ഹിമം. അപ്പോ മൂടൽമഞ്ഞ് ഏതാണ്? അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽമഞ്ഞുണ്ടാകുന്നത്. മേഘങ്ങളാണെങ്കിലോ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘം. നന്നായി പഠിച്ചെടുത്തോളണം. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കാണുക. ഓക്കെ. വിവിധ തരം മേഘങ്ങൾ ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിവിധ തരം മേഘങ്ങൾ, അതായത് ഒന്നാമത്തേത് സിറസ് മേഘം. എന്താ സിറസ് മേഘം എന്ന് പറഞ്ഞാൽ? തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. ഇവിടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. നേർത്ത തൂവൽക്കെട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സിറസിനെ ഓർമ്മിക്കുക. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ് മേഘം. മനസ്സിലായല്ലോ? തൂവൽക്കെട്ട് എന്ന് കേൾക്കുമ്പോൾ സിറസിനെ ഓർമ്മിക്കുക. ഇനി എന്താണ് ക്യുമുലസ് എന്ന് പറഞ്ഞാൽ? പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങൾ. അപ്പോ സിറസ് തൂവൽക്കെട്ടുകൾ അല്ലെ, ക്യുമുലസ് ആണെങ്കിലോ പഞ്ഞിക്കെട്ടുകൾ. പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. 1-2 അഡീഷണൽ പോയിന്റ്സ് കൂടെ ഉണ്ട്. ഇവ ഉയർന്ന തോതിലുള്ള സമ്മർദ്ദ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നു. അപ്പോൾ ഇവ രൂപം കൊള്ളുന്നത് എന്താണ്? ഉയർന്ന തോതിലുള്ള സമ്മർദ്ദ പ്രവാഹത്തിന്റെ ഫലമായിട്ടാണ് ക്യുമുലസ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇവ ലംബ ദിശയിൽ വ്യാപിച്ചു കിടക്കുന്നു. എന്താണ്? ലംബ ദിശയിൽ. സമ്മർദ്ദമാണ്. അപ്പൊ നോക്കിക്കോളൂ, പഞ്ഞിക്കെട്ടുകളാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ക്യുമുലസ് മേഘങ്ങൾ. ഉയർന്ന തോതിലുള്ള സമ്മർദ്ദ പ്രവാഹത്തിന്റെ ഫലമായിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഏത്? ക്യുമുലസ് മേഘങ്ങൾ. ഇവ ലംബ ദിശയിൽ വ്യാപിച്ചു കിടക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം, ലംബ ദിശയിൽ വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങൾ ഏത്? ക്യുമുലസ് മേഘങ്ങൾ. ഉയർന്ന തോതിലുള്ള സമ്മർദ്ദ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏത്? ക്യുമുലസ് മേഘങ്ങൾ. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏത്? ക്യുമുലസ് മേഘങ്ങൾ. തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏത്? സിറസ് മേഘം. അപ്പോ തൂവൽക്കെട്ട് സിറസ്, പഞ്ഞിക്കെട്ട് ക്യുമുലസ്. തൂവൽക്കെട്ട് സിറസ്, പഞ്ഞിക്കെട്ട് ക്യുമുലസ്. ഓക്കെ, എളുപ്പമാണ് ഇതെല്ലാം. നിംബസ് മേഘങ്ങളാണെങ്കിലോ താഴ്ന്ന വിതാനങ്ങളിൽ രൂപം കൊള്ളുന്ന ഇരുണ്ട മഴമേഘങ്ങൾ. അപ്പൊ ഇരുണ്ട മഴമേഘങ്ങളാണെങ്കിൽ അത് നിംബസ് മേഘങ്ങളാണ്. അങ്ങനെ ഇരുണ്ട മഴമേഘങ്ങളാണെങ്കിൽ നിംബസ് മേഘങ്ങൾ. അപ്പോൾ നേരത്തെ നമ്മൾ പഞ്ഞിക്കെട്ടൊക്കെ പറഞ്ഞ്, അതുപോലെ ഇവിടെ ഇരുണ്ട മഴമേഘങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് നിംബസ് മേഘങ്ങളാണ്. ഇനി സൂര്യപ്രകാശത്തെ കടത്തി വിടാത്തതിനാലാണ് ഇവ ഇരുണ്ടിരിക്കുന്നത്. ഇവ ഇരുണ്ടിരിക്കാൻ കാരണം എന്താണ്? സൂര്യപ്രകാശത്തെ കടത്തി വിടാത്തത് കൊണ്ടാണ്. ലാസ്റ്റ് മേഘം സ്ട്രാറ്റസ് മേഘം. എന്താ സ്ട്രാറ്റസ് നോക്കാം. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾക്ക് പറയുന്ന പേരാണ് എന്താ? സ്ട്രാറ്റസ് മേഘം അല്ലെ. ഇവിടെ നിംബസ് മേഘം നമ്മൾ പറഞ്ഞു ഇരുണ്ട മഴമേഘങ്ങൾ അല്ലെ. സ്ട്രാറ്റസ് മേഘം പറഞ്ഞു കനത്ത പാളികളായിട്ട് താഴ്ന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് ഏതാണ്? സ്ട്രാറ്റസ് മേഘങ്ങൾ. ഒന്നുകൂടെ, നിംബസ് മേഘങ്ങൾ ഇരുണ്ട മഴമേഘങ്ങളാണ്. അതെന്തുകൊണ്ടാണ് അവ ഇരുണ്ടതായി കാണപ്പെടുന്നത്? സൂര്യപ്രകാശത്തെ കടത്തി വിടാത്തതിനാലാണ് അവ ഇരുണ്ടിരിക്കുന്നത്. സ്ട്രാറ്റസ് മേഘങ്ങളാണെങ്കിലോ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളെയാണ് നമ്മൾ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. മുമ്പാട്ട് നോക്കൂ ഒന്നുകൂടെ. സിറസ് മേഘം എന്താണ്? ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ. അപ്പോൾ നേർത്ത തൂവൽക്കെട്ട് സിറസ് മേഘം. ഇനി ക്യുമുലസ് ആണെങ്കിലോ പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്തോന്ന്? രണ്ടാമത്തെ നമ്മൾ പറഞ്ഞല്ലോ, പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമാണെങ്കിൽ ക്യുമുലസ് മേഘങ്ങൾ അല്ലെ. ഇവിടെ മൂന്നാമത്തെ എന്താണ്? നിംബസ് മേഘങ്ങൾ. എന്താണ്? ഇരുണ്ട മഴമേഘങ്ങൾ അല്ലെ. ഇനി സ്ട്രാറ്റസ് മേഘങ്ങൾ എന്താണ്? സ്ട്രാറ്റസ് മേഘങ്ങൾ അതായത് താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അപ്പോൾ നന്നായിട്ട് അത് പഠിച്ചെടുക്കുക. ഒത്തിരി പരീക്ഷകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായിട്ട് പഠിച്ചെടുക്കുക.
അടുത്ത് നോക്കൂ, വിവിധ തരം വർഷണങ്ങൾ ഏതെല്ലാം? വർഷണം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ മേഘങ്ങളുണ്ടല്ലോ, അപ്പോൾ ഭൂഗുരുത്വ ഫലമായിട്ട് ഇതിൻ്റെ ഈ തുള്ളികളുടെ വെള്ളത്തുള്ളികളുടെ വെയിറ്റ് കൂടുമ്പോൾ അത് സ്വാഭാവികമായിട്ട് താഴോട്ട് വരും. ഇതിനെയാണ് നമ്മൾ വർഷണം എന്ന് പറയുന്നത്. അതിന് നമുക്ക് മഴ എന്ന് പറയാം, മഞ്ഞ് വീഴ്ച എന്ന് പറയാം, ആലിപ്പഴ വീഴ്ച എന്ന് പറയാം. ഇതൊക്കെ വിവിധ തരം വർഷണങ്ങളാണ്. പ്രസിപ്പിറ്റേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ വിവിധ തരത്തിലുള്ള വർഷണങ്ങൾ ഏതെല്ലാം? മഴ, മഞ്ഞ് വീഴ്ച, ആലിപ്പഴ വീഴ്ച, ഇവയാണ് വിവിധ തരത്തിലുള്ള വർഷണങ്ങൾ. ഒന്നുകൂടെ, വിവിധ തരത്തിലുള്ള വർഷണങ്ങൾ ഏതെല്ലാം? മഴ, മഞ്ഞ് വീഴ്ച, ആലിപ്പഴ വീഴ്ച, ഇതാണ് വിവിധ തരത്തിലുള്ള വർഷണങ്ങൾ. ഇനി നോക്കൂ, പർവ്വത മഴ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കടലിൽ നിന്നും നീരാവിപൂരിതമായ കാറ്റ് പർവ്വത ചരിവുകളിൽ തട്ടി ഘനീഭവിച്ച് പെയ്യുന്ന മഴയ്ക്ക് പറയുന്ന പേരാണ് പർവ്വതമഴ. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സമുദ്രം എന്നായിട്ട് പറയാം. സമുദ്രമാണ്. ഇതാ ഇവിടെ ഒരു പർവ്വതമുണ്ട്. അപ്പൊ ഈ സമുദ്രത്തിൽ നിന്നും എന്താണ്? നീരാവിപൂരിതമായ കാറ്റ് പർവ്വത ചരിവുകളിൽ വന്ന് തട്ടുകയാണ്. എന്നിട്ട് ഈ പർവ്വത ചരിവുകൾ തട്ടിയിട്ട് ഇവിടുന്ന് ഘനീഭവിച്ച് ഈ ഭാഗത്ത് മഴ പെയ്യുന്നു. പർവ്വതത്തിന്റെ ഈ ഭാഗത്ത് മഴ പെയ്യുന്നു. അതേസമയം എവിടെ മഴ ലഭിക്കുന്നില്ല? പർവ്വതത്തിന് ഇപ്പുറത്തെ സൈഡിലുള്ള ഈ പ്രദേശങ്ങൾക്ക് മഴ ലഭിക്കുന്നില്ല. അപ്പോൾ ഈ സ്ഥലത്തിന് പറയുന്നൊരു പേരുണ്ട്. എന്താണെന്നറിയാമോ? മഴ നിഴൽ പ്രദേശം. എന്താ പറയുന്ന പേര്? മഴ നിഴൽ പ്രദേശം. കേരളത്തിലെ പ്രധാനപ്പെട്ട മഴ നിഴൽ പ്രദേശമാണ് ചിന്നാർ, അല്ലെ? കേരളത്തിലെ പ്രധാനപ്പെട്ട മഴ നിഴൽ പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് പർവ്വത മഴ? കടലിൽ നിന്നും നീരാവിപൂരിതമായ കാറ്റ് പർവ്വത ചരിവുകളിൽ തട്ടി ഘനീഭവിച്ച് പെയ്യുന്ന മഴ. ഈ കടലിൽ നിന്നും കാറ്റ് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ ഈ പർവ്വതം കാറ്റിനെ തടഞ്ഞു നിർത്തി ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ മഴ പെയ്യുന്നില്ല. അപ്പൊ ഇപ്പുറത്തെ സൈഡ് സ്വാഭാവികമായി ഒരു മഴ നിഴൽ പ്രദേശമായിട്ട് മാറുന്നു. ക്ലിയർ ആണ്? പർവ്വത മഴ, കടലിൽ നിന്നും നീരാവിപൂരിതമായ കാറ്റ് പർവ്വത ചരിവുകളിൽ തട്ടി ഘനീഭവിച്ച് പെയ്യുന്ന മഴയാണ് പർവ്വത മഴ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞാൽ? വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേരാണ് സംവഹന വൃഷ്ടി. വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ സംവഹന വൃഷ്ടി. സംവഹന വൃഷ്ടിക്ക് ഒരു പേരൂടെയുണ്ട്, 4 മണി മഴ. അപ്പൊ 4 മണി മഴ എന്നറിയപ്പെടുന്നത് സംവഹന വൃഷ്ടിയാണ്. ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ 4 മണി മഴ എന്നും പറയുന്നത്. അപ്പൊ എന്താണ് ചക്രവാത വൃഷ്ടി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്നുണ്ടാകുന്ന ഘനീകരണത്തിലൂടെ പെയ്യുന്ന മഴയാണ് ചക്രവാത വൃഷ്ടി. അപ്പൊ ഒന്നുകൂടെ, ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായു എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവായിരിക്കും. ശീതവായു എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവായിരിക്കും. അപ്പൊ ഇതിൽ ഏത് വായുവാണ് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളത്? വെയിറ്റ് കുറഞ്ഞ വായുവോ വെയിറ്റ് കൂടിയ വായുവോ? വെയിറ്റ് കുറഞ്ഞ വായു മുകളിലേക്ക് പോകും. അതായത് ഉഷ്ണവായു മുകളിലോട്ട് പോകും, ശീതവായു അവിടെ തന്നെ നിൽക്കും. അങ്ങനെ ഈ ശീതവായു ഘനീകരണത്തിലൂടെ അവിടെ എന്ത് ചെയ്യുന്നു? മഴ പെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് ചക്രവാത വൃഷ്ടി. അപ്പോൾ ഒന്നുകൂടെ, എന്താണ് ചക്രവാത വൃഷ്ടി എന്ന് പറഞ്ഞാൽ? ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുന്നു. അടുത്ത് ഈ ഭാരം കൂടിയ തണുത്ത വായു എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഘനീഭവിച്ച് പെയ്യുന്ന മഴ. അതിന് പറയുന്ന പേര് ചക്രവാത വൃഷ്ടി. ഒന്നുകൂടെ പറയാം, ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുന്നു. അപ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. ഭാരം കൂടിയ ശീതവായു അവിടെ തന്നെ നിൽക്കുന്നു. ഈ പ്രദേശത്ത് ഘനീകരണം ഉണ്ടാവുകയും അങ്ങനെ അവിടെ മഴ ഉണ്ടാവുകയും ചെയ്യുന്നു. ഉഷ്ണവായു മുകളിലോട്ട് പോകുന്നു, ശീതവായു എന്തിനു കാരണമാകുന്നു? ചക്രവാത വൃഷ്ടിക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ വിവിധ തരത്തിലുള്ള വർഷണങ്ങൾ, മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച. ആലിപ്പഴമൊക്കെ നമുക്കറിയാം, ചെറിയ ചെറിയ മഞ്ഞ് കഷ്ണങ്ങൾ വന്ന് താഴെ വീഴുക ചില സമയത്ത്, അല്ലെ? പർവ്വത മഴ എന്താണ്? കടലിൽ നിന്നും നീരാവിപൂരിതമായ കാറ്റ് പർവ്വത ചരിവുകളിൽ തട്ടി ഘനീഭവിച്ച് പെയ്യുന്ന മഴ. അതേസമയം പർവ്വതത്തിന്റെ അപ്പുറത്തെ സൈഡിൽ മഴ കിട്ടുന്നില്ല, അതുകൊണ്ട് പർവ്വതത്തിന്റെ ആ സൈഡിൽ പറയുന്ന പേര് മഴ നിഴൽ പ്രദേശം.
സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയാണ് സംവഹന വൃഷ്ടി. ഇതിന് പറയുന്ന മറ്റൊരു പേര് 4 മണി മഴ. അപ്പൊ എന്താണ് ചക്രവാത വൃഷ്ടി എന്ന് പറഞ്ഞാൽ? ഒരു ചക്രവാത വൃഷ്ടിയിൽ ഉഷ്ണവായുവും ശീതവായുവും തമ്മിൽ ചേരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഉഷ്ണവായുവിന് വെയിറ്റ് കുറവാണ്, അവ മുകളിലേക്ക് പോകും. അപ്പൊ ശീതവായു അവിടെ ഘനീകരണത്തിലൂടെ എന്ത് ചെയ്യുന്നു? മഴ പെയ്യിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ചക്രവാത വൃഷ്ടി. ഓക്കെ, അടുത്ത് നോക്കിയുള്ളൂ. എന്താ വാതമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ? ഉഷ്ണവായുവും ശീതവായുവും സംയോജിക്കുന്ന അതിരുകളെയാണ് വാതമുഖങ്ങൾ എന്ന് പറയുന്നത്. വാതം കാറ്റ്, ഉഷ്ണവായു ശീതവായു സംയോജിക്കുന്ന, അവർ തമ്മിൽ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ഒരു അതിര്, അതിന് പറയുന്ന പേരാണ് വാതമുഖം. ഈ സമയത്ത് പെയ്യുന്ന മഴ, ഇത്തരം മഴയെ പറയുന്ന പേരെന്താണ്? വാതമുഖ മഴ. ഒന്നുകൂടെ, വാതമുഖങ്ങൾ എന്താണ്? ഉഷ്ണവായുവും ശീതവായുവും സംയോജിക്കുന്ന അതിരുകളെ നമ്മൾ വിളിക്കുന്ന പേര് വാതമുഖങ്ങൾ. ഇത്തരം മഴയെ വാതമുഖ മഴ എന്ന് പറയുന്നു. അപ്പൊ എന്താ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ? അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് SCERT പുസ്തകത്തിൽ കോളത്തിൽ കൊടുത്തിരിക്കുകയാണ് ഈ മേഘവിസ്ഫോടനം. അതായത് മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നതിന് പറയുന്ന പേരാണ് മേഘവിസ്ഫോടനം. 1 മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ രേഖപ്പെടുത്തിയാൽ അതിന് പറയുന്ന പേര് മേഘവിസ്ഫോടനം. ഒരു വർഷം കേരളത്തിന് ലഭിക്കുന്ന മഴ 300 സെന്റിമീറ്റർ ആണ്. അത് 1 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മേഘവിസ്ഫോടനമായിരിക്കും. ഇനി എക്സാമ്പിൾ പറയുന്നു. 2019 കേരളത്തിലെ കവളപ്പാറ, പുത്തുമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാവാൻ കാരണം ഈ എന്താണ്? മേഘവിസ്ഫോടനത്തിന്റെ ഫലമായിട്ടാണ്. 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ഓരോ മണിക്കൂറിലും പെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂമിക്ക് അതിനെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഉരുൾപൊട്ടലുണ്ടാകുന്നു. അതുപോലെ 2024 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലും ഈ മേഘവിസ്ഫോടനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് കരുതപ്പെടുന്നു. ഒന്നുകൂടെ, ഇത് ഇത്രയും ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിക്കണം. അപ്പൊ എന്താ മേഘവിസ്ഫോടനം? മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതിന് പറയുന്ന പേര് മേഘവിസ്ഫോടനം. മേഘവിസ്ഫോടനത്തിന്റെ ഫലമായി 2019 കവളപ്പാറയിലും പുത്തുമലയിലും, കേരളത്തിലാണെ കവളപ്പാറ, പുത്തുമല എന്നീ സ്ഥലങ്ങളിലും, 2024 മുണ്ടക്കൈ ചൂരൽമല എന്നീ സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുണ്ടാവാൻ കാരണം മേഘവിസ്ഫോടനത്തിന്റെ ഫലമാണ്. അപ്പൊ എന്താ മേഘവിസ്ഫോടനം? ഉത്തരാഖണ്ഡിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മേഘവിസ്ഫോടനം ഉണ്ടാവാറുണ്ട്. 1 മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ രേഖപ്പെടുത്തിയാൽ അതിന് പറയുന്ന പേരാണ് മേഘവിസ്ഫോടനം. ക്ലിയർ ആണേ? ഓക്കെ, അപ്പോ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. 1ാമത്തെ ചാപ്റ്റർ അവസാനിച്ചു. അടുത്ത പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്തുക. ആൾ ദി ബെസ്റ്റ്.